ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്ത് വിട്ടേക്കുന്ന എഗ് സ്റ്റഫ്ഡ് ഇഡ്ലിയും അതേപോലെ തന്നെ ഈസിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ടൊമാറ്റോ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ആദ്യം തന്നെ എഗ് സ്റ്റഫ്ഡ് ഇഡ്ലിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എഗ് മസാല റെഡിയാക്കി എടുക്കണം. ഇതൊരു ബുർജി ടൈപ്പാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച്. അപ്പോൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഭയങ്കര ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒന്ന് പിങ്ക് കളറായി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെയൊക്കെ കളർ നല്ലതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അഥവാ പേസ്റ്റ് ചേർക്കാൻ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക്ക് ആദ്യം തന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് തന്നെ വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളേ. എന്നിട്ട് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് പാവ് ഭാജി മസാലയാണ് കേട്ടോ. ഈ മസാല വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതല്ല ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പാവ് ഭാജി മസാല ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ അത് ചേർക്കുന്ന സമയത്ത് വേറൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതും ചോപ്പറിൽ ഭയങ്കര പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ചോപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം നമ്മളിത് സ്റ്റഫ് ചെയ്യാൻ പോവാണല്ലോ, പ്രത്യേകിച്ച് ഇഡ്ലി മാവിനകത്ത് സ്റ്റഫ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുഴഞ്ഞ രീതിയിൽ കിട്ടുന്നതാണെങ്കിൽ നന്നായിരിക്കും. നമ്മളിപ്പം ചിക്കൻ കീമ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര പൊടിയായിട്ടാണ് കിട്ടുന്നത്, അതുപോലാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചു. പിന്നീട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഉള്ളി ചേർത്ത സമയത്ത് തന്നെ ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മുട്ടയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഇളക്കി മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയായി. ബേസിക്കലി ഇത് എഗ് ബുർജിയാണ് കേട്ടോ. പക്ഷേ എഗ് ബുർജിയിൽ കുറച്ചും കൂടി മുട്ട വലുതായിട്ട് കാണും. ഇതിനകത്ത് അങ്ങനെയല്ല, എല്ലാം ഒന്ന് കുഴഞ്ഞ പരുവത്തിലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇഡ്ലിയിൽ സ്റ്റഫ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ കീമയൊക്കെ ഈ ഒരു പരുവത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമ്മൾ ഇഡ്ലിയിലേക്ക് സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. സെയിം അതേപോലത്തെ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു എഗ് ഇഡ്ലിക്കും. ഇനി ഈ മസാല തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം ഒട്ടും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇഡ്ലി പാത്രം അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ ഇഡ്ലി തട്ടിൽ എങ്ങനെ ഒഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം കുറച്ച് മാവ് ഒന്ന് ഒഴിക്കുക. ഈ ഇഡ്ലി പാത്രം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കുഴിയൊന്നുമല്ല, അതുകൊണ്ട് കുറച്ച് മാവേ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം അതിൻ്റെ നടുക്കായിട്ട് മസാല വെച്ച് കൊടുക്കുക. പിന്നെ സ്പ്രെഡ് ചെയ്യാൻ നോക്കണ്ട, അത് വെച്ച് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഈ മസാലയോടുകൂടി ഇഡ്ലി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിക്കിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലായിടത്തും മാവ് ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മാവ് കവർ ചെയ്യുന്നത് കുറച്ചൊന്ന് സൂക്ഷിച്ച് കവർ ചെയ്താൽ മതി. ഓവർഫ്ലോ ആകാത്ത രീതിയിൽ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഷേപ്പ് ഒന്നും കാര്യമാക്കണ്ട കേട്ടോ. കാരണം ഈ ഒരു പാത്രത്തിൻ്റെ കുഴി അങ്ങനെ തന്നെയാണ്, വലിയ കുഴി അല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഷേപ്പ് ഒന്നും കിട്ടത്തില്ല. അതേസമയം നിങ്ങളുടെ ഇഡ്ലി തട്ട് നല്ല കുഴിയുള്ള ഇഡ്ലി തട്ടാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷേപ്പ് ആയിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കുക. ഓവർഫ്ലോ ആക്കാത്ത രീതിയിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ സാധാരണ ഇഡ്ലിക്ക് എത്ര സമയം എടുക്കുമോ അത്രയും സമയം എടുക്കത്തുള്ളൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ തണുത്തതിന് ശേഷം മാത്രമേ ഇഡ്ലി തട്ടിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ മസാലയൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൂൾ ഡൗൺ ആവട്ടെ. എന്നിട്ട് മാത്രം നമ്മൾ സാധാരണ ഇഡ്ലിയെക്കാട്ടിലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. എളുപ്പത്തിൽ കിട്ടിക്കോളൂ കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടിക്കോളും. ഇപ്പോൾ അടച്ച് വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പം ഇങ്ങനെ ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. തണുത്തതിന് ശേഷം എത്ര ഈസി ആയിട്ട് കിട്ടുമെന്ന്. വലിയ പാടൊന്നുമില്ല. അതേപോലെ തന്നെ കട്ട് ചെയ്ത് നോക്കുമ്പോഴും നല്ല ഭംഗിയാണ് അകത്ത് കാണാനും. അതിനേക്കാട്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അതേപോലെ ഈ മസാല ദോശയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കഴിച്ച് നോക്കൂ, അതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അല്ലാതെ തന്നെ എഗ് ബുർജിയുടെ കൂടെ ദോശ കഴിക്കാൻ പറ്റും, പക്ഷേ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഒരു തവണ ഇതുപോലത്തെ സ്റ്റഫ്ഡ് ഇഡ്ലി ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ടൊമാറ്റോ ബിരിയാണി റെസിപ്പി കണ്ടാലോ. അപ്പം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെയ്യും എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു മറാത്തി മൊഗ്ഗും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നീളത്തിലുള്ള ഒരു കമ്പില്ലേ ബ്ലാക്ക് കളർ, അതിന് മറാത്തി മൊഗ്ഗു എന്ന് പറയും. അത് കഴിഞ്ഞ് ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്ത് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെരിഞ്ജീരകം ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പക്ഷേ പെരിഞ്ജീരകം ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ഫ്ലേവറും മണവും ഒക്കെ ആയിരിക്കും.
അപ്പോൾ അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 7-8 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി ചെറിയൊരു കഷ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പം പച്ചമുളക് ചേർക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതായത് ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്, ഒന്ന് പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ലൈറ്റായിട്ടൊന്ന് സ്മെല്ല് മാറിയാൽ മതി. അത് കഴിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തക്കാളി ഞാനിവിടെ എടുത്തേക്കുന്നത് 3 വലിയ തക്കാളിയാണ് കേട്ടോ. ഇത് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും മതിയാകും. അതല്ല പുളി ഇല്ലാത്ത തക്കാളിയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി. ഒരുപാടിട്ട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. കാരണം എന്തായാലും ഇത് കുക്കറിനകത്ത് വിസിലടുപ്പിക്കേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും, അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാല ഏത് ബ്രാൻഡിന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കിച്ചൺ ട്രഷേഴ്സിൻ്റെ അതൊന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം ഈ പൊടികളുടെയൊക്കെ റോ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 1 മിനിറ്റ് ചൂടാക്കിയെടുക്കാം, അത്രേ ഉള്ളൂ. പിന്നീട് ഒരു കൈപ്പിടിയോളം മല്ലിയിലയും അതിൻ്റെ നേർപകുതി പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പുതിനയും മല്ലിയിലയൊക്കെ ഒന്ന് വാടി വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണേ. പുളിയുള്ള തൈരാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് തക്കാളിയുടെ പുളിയും തൈരിൻ്റെ പുളിയും എല്ലാം കൂടി ഒരുപാടായി പോകും. അപ്പോൾ അതുകൊണ്ട് പുളിയില്ലാത്ത തൈരാണെങ്കിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ തൈരൊന്ന് വറ്റി വരണം. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബസ്മതി റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ സോനാ മസൂരി റൈസ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 ഗ്ലാസ് റൈസാണ്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ബസ്മതി റൈസ്, റെഗുലർ റൈസ് ഇല്ല, അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രോസൺ ഗ്രീൻ പീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങളുടെ നോർമൽ ഗ്രീൻ പീസ് ആണ്, ഫ്രഷ് ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രോസണും ഇല്ല ഫ്രഷും ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, ഒരു നിർബന്ധവും ഇല്ല. ഗ്രീൻ പീസ് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എൻ്റെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തെന്ന് മാത്രം. അത് കഴിഞ്ഞ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്കും ഞാനിപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തൈരും ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് 1.5 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നീട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് നാരങ്ങ നീര്, 1 നാരങ്ങയുടെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്, അതിൻ്റെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ അടുപ്പിച്ചെടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ മാത്രം അടുപ്പിച്ചെടുക്കുക. അതിൽ കൂടുതലാവരുത്. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ബസ്മതി റൈസ് വെന്ത് പോകും. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്നു. ഉടനെ ഇളക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ബസ്മതി റൈസ് എപ്പോഴും പെട്ടെന്ന് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് വെന്ത് പോകും, അല്ലെങ്കിൽ മിക്സായി പോകും. തണുത്തതിന് ശേഷം മാത്രം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു കുഷ്കയുടെയൊക്കെ ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.